അരിപ്പൊടി കൊണ്ട് പഞ്ഞി പോലെ സോഫ്റ്റ് ആയ ഒരു വട്ടയപ്പം ഉണ്ടാക്കാം. ആദ്യം മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് നിറയെ ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ 1/2 കപ്പ് നിറയെ ചിരകിയ തേങ്ങ ചേർക്കാം. 2 ഏലക്കായുടെ ഉള്ളിലുള്ള കുരു ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർക്കണം. ഇനി 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയാണ് ചേർക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പും കൂടെ വെള്ളം ചേർത്തിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് അരച്ചെടുത്താൽ മതി. നമ്മൾ ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂണിലും അല്പം കുറവ് ഈസ്റ്റ് ഇതിലേക്ക് നേരിട്ട് ചേർക്കാം. ആക്റ്റീവ് ഈസ്റ്റ് ആണെങ്കിൽ ഒരു 15 മിനിറ്റ് മുമ്പേ അത് സെറ്റ് ചെയ്യാൻ വെക്കണം. ഇളം ചൂടുള്ള വെള്ളത്തിൽ അല്പം പഞ്ചസാര ചേർത്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. 10 മിനിറ്റ് ആവുമ്പോൾ ഇത് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. ഈ ഈസ്റ്റും ചേർത്ത് ഒന്നുകൂടെ മാവ് അരച്ച ശേഷം നമുക്കിത് കുറച്ച് വലിയ പാത്രത്തിലേക്ക് വെക്കാം. ഒരല്പം കൂടെ വെള്ളം ചേർത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബാറ്റർ വേണ്ടത്. മൂടി വെച്ചിട്ട് ഒരു 6 മണിക്കൂറിലേക്ക് മാവ് പൊങ്ങി വരും. തണുപ്പ് കാലത്ത് കുറച്ച് കൂടുതൽ സമയം എടുക്കും. അപ്പോൾ മാവ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പതുക്കെ മിക്സ് ചെയ്യാം. എന്നിട്ട് നെയ്യ് തടവിയ പാത്രത്തിൽ മാവ് ഒഴിച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. 1 മിനിറ്റ് ചൂടായ ശേഷം മുന്തിരി ചേർത്താൽ മതി. പ്ലേറ്റിലും ചെറിയ തട്ടിലും ഒക്കെ നമുക്ക് അപ്പം ഉണ്ടാക്കാം. 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. നല്ല സോഫ്റ്റ് ആയ വട്ടയപ്പം റെഡിയാവും.